താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. നിങ്ങൾക്ക് മുൻപിലുള്ള ലക്ഷ്യം വലുതാണ് അല്ലെങ്കിൽ അകലെയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമായി ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനെന്ന വ്യാജേന വഴി പറഞ്ഞു തരുവാനും കൈപിടിച്ച് നടത്തുവാനുമായി ഒരുവൻ നിങ്ങളോട് കൂടെ കൂടും. നിങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഗൈഡായി. അത് മറ്റാരുമല്ല, സാക്ഷാൽ പിശാച് തന്നെ. ആ ഗൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും, ആ ലക്ഷ്യം, നിന്റെ ലക്ഷ്യം അത് എത്ര അകലെയാണ്, നിനക്കിത് പറ്റുമോ? ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നീ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ പ്രാപിച്ചെടുക്കാൻ നിനക്ക് കഴിയുമോ? നമ്മൾ കഴിയുമെന്ന് പറഞ്ഞാൽ പിശാച് ചുറ്റുമുള്ള ഒത്തിരി പേരെ നമുക്ക് മുമ്പിൽ നിർത്തി തരും. ദേണ്ടേ നോക്ക്, അവരൊക്കെ നിനക്ക് മുമ്പേ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാ. നീ ആഗ്രഹിച്ചതുപോലെ പലതും ആഗ്രഹിച്ചതാ. നീ കണ്ടതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കണ്ടതാ. എന്നിട്ടിപ്പോ എന്തായി? പരാജയപ്പെട്ടു പോയി. അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. തന്നെ നമ്മൾ ചോദിക്കും. അപ്പോൾ പിശാച് പറയും, അതേന്നെ, നീ നിന്നിലേക്ക് നോക്ക്, അവരെക്കാൾ നീ എത്ര ദുർബലനാ. അവർക്ക് പറ്റിയില്ല, പിന്നെ നിനക്ക് പറ്റുമോ? നിനക്ക് ഇതിനുള്ള കഴിവ് വല്ലതും ഉണ്ടോ? ശരി തന്നെ പിശാചെ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതേ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും പിശാച് ഇത് തന്നെ പറയും, ഈ പ്രശ്നത്തെയൊക്കെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയുമോ? അപ്പോഴും ചിലരെ പിശാച് നമുക്ക് മുൻപിൽ നിർത്തി കാണിച്ചു തരും. കണ്ടോ, ഇവരൊക്കെ നിനക്ക് മുമ്പേ നീ ഇന്നായിരിക്കുന്ന പ്രശ്നത്തിലൂടെ കടന്നുപോയി ജയം പ്രാപിക്കുവാൻ ശ്രമിച്ചവരാണ്. ശ്രമം മാത്രമേ ഉണ്ടായുള്ളൂ. അവരൊക്കെ പരാജയപ്പെട്ടു പോയി. ശരിയാണ്, അവരൊക്കെ പരാജയപ്പെട്ടു പോയി. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് മുമ്പേ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അധികം പേരും പരാജയപ്പെട്ടു പോയി. കാണുന്നത് മുഴുവനും പരാജയപ്പെടുന്നവരെയാണ്. ഒപ്പം പിശാച് പറയും, നിന്നിലേക്ക് നോക്ക്, അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് കഴിയുമോ? ഒരിക്കലുമില്ല പിശാചേ, എനിക്ക് കഴിയത്തില്ല. ആ ഗൈഡിന്റെ ജോലി ചെയ്യും. ശരിയല്ലേ? ഗൈഡ് പറഞ്ഞത് ശരിയല്ലേ? ആ പിശാച് പറഞ്ഞത് ശരിയല്ലേ? പറ്റുമോ നമ്മളെ കൊണ്ട് സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ, ആഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ, ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുമോ? ഇല്ല. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കും, ഇപ്പോൾ ദൈവദാസൻ പറയും ലോക മനുഷ്യന് ശരിയാണ്, പക്ഷേ വിശ്വാസിക്ക് ശരിയല്ല. അതെന്താ? വിശ്വാസിക്ക് കൊമ്പുണ്ടോ? ലോക മനുഷ്യന് പ്രശ്നമുണ്ട്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നം വിശ്വാസിക്കുമുണ്ട്. ലോക മനുഷ്യൻ ദുർബലനാണെങ്കിൽ നാം അതിലും വലിയ ദുർബലനാണ്, ബലഹീനനാണ്, പ്രശ്നമുണ്ട്. ശരിയാണ്. എങ്കിലും നീ വിശ്വാസിയാണെങ്കിൽ നീ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എങ്ങനെ? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഈ പകലിൽ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ എനിക്കൊപ്പമായിരുന്നാട്ടെ. ചില പ്രശ്നങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പോവുക. ചിലരുടെ ലക്ഷ്യം ഇന്ന് ഉറപ്പിക്കപ്പെടുക. തളർന്നിരിക്കുന്ന ചിലർ, എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും പാഴ്ക്കിനാവുകളായി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചായിരിക്കുന്ന ചിലർക്ക് പിന്നെയും ചിറക് വയ്ക്കുവാൻ പോകുക. ആ സ്വപ്നത്തിലേക്ക് പറക്കുവാൻ തക്കവണ്ണം ചിറകുകൾ ഉണ്ടാകുവാൻ പോകുക. താങ്ക് യു ലോർഡ്. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. എന്നെ കേൾക്കുന്ന ചിലർ ആ സാന്നിധ്യത്തിനകത്തായിരിക്കുക. താങ്ക് ഗോഡ്. അതിന്ന് മഹത്വത്തിന് കാരണമായി മാറുവാൻ പോകുക. നോക്കിയേ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കും. മോശെ ദൈവത്തിന്റെ അടുക്കലേക്ക്, അഥവാ സീനായ് മലയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ, സീനായ് മലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ ആണോ മോശെ ആരാധിച്ചത്? ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ഇരിക്കുന്ന? ഇല്ല, അത്യുന്നതനായ ദൈവത്തെയാണ് മോശെ ആരാധിച്ചത്. പിന്നെ എന്തിനാണ് സീനായ് മലയിലേക്ക് കയറിപ്പോയത്? സീനായ് മല അത്യുന്നതന്റെ വാസസ്ഥലത്തോളം എത്തുന്നതാണോ? സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത, അല്ലെങ്കിൽ സ്വർഗം തൻ്റെ ഇരിപ്പിടമാക്കി വച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കുന്ന വഴിയാണോ സീനായ് മല? നിങ്ങളിൽ നിന്ന് ചോദ്യം ഉയർന്നേക്കാം. അല്ല, എനിക്കും നിങ്ങൾക്കും അറിയുന്നത് പോലെ മോശയ്ക്കും നല്ലതുപോലെ അറിയാം. എങ്കിലും മോശ മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിൽ സർവശക്തനായ ദൈവമുണ്ടെന്ന് മോശയ്ക്ക് അറിയാം. ആ മുകളിലേക്ക് തന്നെ എത്തിക്കുവാൻ പറ്റുന്നതിൽ ഏറ്റവും ഉയരമുള്ള തനിക്ക് മുമ്പിലുള്ള കൊടുമുടി സീനായാണ്. ആ സീനായ് മലയിലേക്ക് മോശ കയറി പോവുകയാണ്. നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആ പിശാച് എന്ന ഗൈഡ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ, അതൊരു പരാജയപ്പെടുവാൻ പോകുന്ന യാത്രയാണ്. അങ്ങും ഇങ്ങും എത്താതെ പകുതി വഴിയിൽ നിന്ന് തിരിച്ചു വരുവാൻ പോകുന്ന യാത്രയാണ്. കാരണം സീനായുടെ മുകളിൽ ദൈവമില്ല. ദൈവമിരിക്കുന്ന സ്വർഗത്തിലേക്ക് സീനായ് മല വഴി കയറി പോകുവാൻ കഴിയത്തുമില്ല. ഇത് തിരിച്ചറിഞ്ഞത് നമ്മൾ മാത്രമല്ല, നമുക്ക് മുമ്പേ മോശയ്ക്കൊപ്പം ഇറങ്ങി തിരിച്ച തൻ്റെ ജനവും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ അഹരോനെ സ്ക്രൂ ചെയ്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇത്
യഹോവയായ ദൈവമെന്ന് പറഞ്ഞ്, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. മോശയുടെ തീരുമാനവും മോശയുടെ പദ്ധതിയും പരാജയപ്പെട്ടു പോകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ ജനം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായി തയ്യാറായി. പ്രിയരെ, ഈ പകലിലും നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരു കുടുംബനാഥനായി, ഒരു കുടുംബനാഥയായി, ചിലരെ മക്കളെ ആകട്ടെ, ഭർത്താവിനെ ആകട്ടെ, ഭാര്യയാകട്ടെ, ചിലതിനെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾ യാത്ര തിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് എത്തുവാനും അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനും കഴിയാത്തതാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ സ്വന്തം വഴികളിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങും. അഹരോനെയും സ്തോത്രം ഒപ്പമുള്ള ദൈവത്തിന്റെ ജനത്തെയും പോലെ അതവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെയും തിരികെ വരാം. മോശ ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. മറ്റുള്ളവർ വിചാരിച്ചു അത് പരാജയത്തിന്റെ യാത്രയായിരിക്കുമെന്ന്. മോശയ്ക്ക് പറ്റാവുന്നിടത്തോളം മോശ എത്തിച്ചേർന്നു. തുടർന്ന് 19-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം സീനായി മലയുടെ ഉച്ചിയിലേക്ക് ഇറങ്ങി വന്നു. മോശ കയറിപ്പോയി, ദൈവം ഇറങ്ങി വന്നു. മോശയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മോശ ദൈവത്തിങ്കിലേക്ക് നടന്ന് കയറുവാൻ കഴിയുന്നത് വരെ അവൻ എത്തിച്ചേർന്നു. മുകളിലേക്ക് പറക്കുവാൻ ചിറകുകളില്ല. അവൻ ബലഹീനനായി തീർന്നു. ലക്ഷ്യം അകലെയാണ്. ഒരുപക്ഷെ മോശയുടെ അടുക്കലും പിശാച് കടന്നു വന്നിരിക്കും. പിശാച് പറഞ്ഞു കൊടുത്ത് കാണണം: മോശേ, നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്? ഈ പർവ്വതത്തിൽ കയറിയാൽ എങ്ങനെ നിനക്ക് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയും? ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയും? ദൈവത്തിലൂടെ നിനക്ക് പലതും പ്രാപിക്കുവാൻ കഴിയും? ഇത് മോശമാണ്, ഇത് തെറ്റാണ്, ഈ വഴി നീ പോയത് കൊണ്ട് കാര്യമില്ല. എന്നാൽ പിശാചിനെയും പിശാചിന്റെ പ്രവർത്തികളെയും തിരിച്ചറിയുവാൻ കഴിവുള്ള മോശ അവന്റെ വാക്ക് കേൾക്കാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് കടന്നുപോയി. താൻ ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പിശാച് പറയുന്നത് കേൾക്കാതെ, നിങ്ങളുടെ ബലഹീനതകളിലേക്ക് നോക്കാതെ, വീണു പോയവരെ കണ്ട് മനം മടുക്കാതെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ. അതെ, മോശയുടെ ലക്ഷ്യം എന്താണ്? മിസ്രയീമിൽ നിന്ന് തനിക്കൊപ്പം പുറപ്പെട്ട് മരുഭൂമിയിലായിരിക്കുന്ന തന്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക്, കനാനിലേക്ക് എത്തിക്കണം. അതാണ് മോശയുടെ ലക്ഷ്യം. അവന് ആ ജനത്തെ എത്തിക്കുവാൻ വേണ്ടത് ദൈവം അവന്റെ കൈക്കുള്ളിൽ നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടത്, നിങ്ങൾക്കൊപ്പമുള്ളവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിങ്ങളുടെ കൈക്കുള്ളിൽ നൽകും. അതേ മാതാവേ, അതേ പിതാവേ, നിങ്ങളുടെ മക്കളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടത് ദൈവം നിങ്ങളുടെ കൈക്കുള്ളിൽ നൽകും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ചുറ്റും വീണുപോയ, പരാജയപ്പെട്ടു പോയ ഒത്തിരി ക്രിസ്ത്യാനികളെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഒത്തിരി വിശ്വാസ വീരന്മാരെന്ന് പേരെടുത്തവരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പേരെടുത്തവരെ നോക്കരുതേ, പേരുള്ളവരെ നോക്കരുതേ. പേരിന് കാരണമായ യേശുവിനെ നോക്ക്. ആ യേശുവിനെ നോക്കി നിന്റെ യാത്ര മുൻപോട്ടായിരിക്കുമെങ്കിൽ നിന്റെ തലമുറകൾ നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരും. നീ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിൽ നിന്റെ തലമുറകൾ ചെന്ന് കയറും. അതേ, പിശാച് പറയുന്നുണ്ട്, നീ അത് സ്വപ്നം കാണരുത്. അങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും നിന്റെ തലമുറകൾ ചെന്ന് കയറത്തില്ല. അയ്യേ, ഇത് പാഴ്ക്കിനാവല്ലേ? എങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നു? എങ്ങനെ നിനക്ക് ഇതൊക്കെ സ്വപ്നം കാണുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് പിശാച് നിന്നെ വല്ലാതെ ടെൻഷൻ എടുപ്പിക്കുന്നുണ്ട്. നിനക്ക് പറ്റത്തില്ല, നിന്റെ തലമുറകൾ അവിടെ എത്തത്തില്ല, എത്തിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. നിനക്ക് കഴിയും. കാരണം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിനക്കൊപ്പമുള്ള നിന്റെ മക്കളെ, നിന്റെ തലമുറകളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം നിനക്ക് ശക്തി പകരുവാൻ നിനക്ക് വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ തരും. അവരുടെ വിദ്യാഭ്യാസത്തിന് പണമാണോ ആവശ്യം? എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ തരും. നീ ആയിരിക്കുന്ന തൊഴിൽ മേഖലയിലൂടെ അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ആ ഉറവ കർത്താവ് ട്യൂൺ ചെയ്യുക. ഓ സ്തോത്രം. ചില മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുവാൻ തക്കവണ്ണം ചില ഉറവകളെ ട്യൂൺ ചെയ്യുക. ഈ സമയം അതങ്ങനെ സംഭവിക്കുക. ഉറവ തുറന്നു വരിക. വല്ലപ്പോഴും തുറന്നും അടഞ്ഞും പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടും പുറത്തെ പഞ്ചായത്ത് ടാപ്പിലെ വെള്ളം വരുന്നത് പോലെ അല്ല. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഡാം തുറന്നു വിട്ടതുപോലെ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഡാം തുറന്നു വിട്ടതുപോലെ നിന്റെ വരുമാന മേഖലയിൽ നിന്ന് നിനക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ പോകുക, നിനക്ക് നന്മ ഉണ്ടാകുവാൻ പോകുക, നിന്റെ കയ്യിൽ ചിലത് കെട്ടുവാൻ പോകുക. അതേ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തെ ഒരു ലക്ഷ്യത്തിലെത്തിക്കണം. അതാണ് നിന്റെ ആഗ്രഹം, അതാണ് നിന്റെ ആഗ്രഹവും സ്വപ്നവും. സഹോദര, അതാണ് ആഗ്രഹവും സ്വപ്നവും. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാകണം. ഓ സ്തോത്രം. ഒരു നിലയ്ക്കൊന്ന് ആകണം. പക്ഷേ പ്രശ്നമിതാ, ഗൈഡ് കൂടെയുണ്ട്. വിടത്തില്ല. പലരും തളർന്നുപോയി, തകർന്നുപോയി, വീണുപോയി, കഥകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ആമേൻ. നീ റെഡിയാണോ? നിന്റെ ബലഹീനത അത് ശരിയാണ്, നിന്റെ പരിമിതി അത് ഉള്ളതാണ്.
പരിമിതിയുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. നിനക്ക് പറ്റുന്നത് വരെ നീ മുൻപോട്ട് പോകുക, അത് കഴിഞ്ഞ് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ഇറങ്ങി വരും. നിനക്ക് പറ്റാതാകുമ്പോൾ, നീ തളർന്നു പോകുമ്പോൾ, അയ്യോ ദൈവദാസനെ ഇനി എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് ഒരു മാറ്റവുമില്ല, ഇനി എനിക്ക് എത്ര നാൾ പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇനി എനിക്ക് എത്ര നാൾ ഇങ്ങനെ വായിട്ടലയ്ക്കുവാൻ കഴിയും? ഇനി ഞാൻ എത്ര നാൾ ഇങ്ങനെ ഞെരുങ്ങണം? ദൈവദാസനെ, എൻ്റെ ഭാര്യയും മക്കളും കുടുംബവും എന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുവാൻ വേണ്ടി വല്ലാതെ ടെൻഷൻ അടിച്ചായിരിക്കുന്നു. നിന്റെ പരിമിതി വരെ, നിനക്ക് പറ്റുന്നത് വരെ നീ വലിക്ക്, അത് കഴിയുമ്പോൾ നിന്നെ എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം ഇറങ്ങി വരും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഓക്കെ, മോശയുടെ കയ്യിൽ ആ ജനത്തിനെ നടത്തുവാൻ വേണ്ടത് ആ അധികാരത്തെ, ആ ശക്തിയെ ദൈവം നൽകുകയാണ്. ആമേൻ. ആ ശക്തിയെ കർത്താവ് നൽകുകയാണ്. താഴെ മോശ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്വയം ഉണ്ടാക്കിയവരൊക്കെ മോശയുടെ കയ്യിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ പോകുവാൻ തയ്യാറായി. ഇന്ന് നിങ്ങളുടെ വാക്ക് ആരും കേൾക്കുന്നില്ല, അത് വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാണ്, നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ്, നിങ്ങളുടെ ദേശത്തിൽ മാനിക്കപ്പെടണമെന്നുള്ളതാണ്. പക്ഷേ ഇതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുമ്പോൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവരോട് പറയുമ്പോൾ അവർ അത് കേൾക്കുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. മലയിൽ കയറി ദൈവത്തെ പിടിക്കാമെന്ന് പറഞ്ഞു പോയ മോശയെ പോലെ അവർ നിങ്ങളെ പരിഹസിക്കുന്നു, നിങ്ങളെ കളിയാക്കുന്നു. അവരുടെ ബുദ്ധിയിൽ ഊന്നി, കാളയുണ്ടാക്കിയതുപോലെ അവരുടെ ബുദ്ധിയിൽ ഊന്നി അവർ മുൻപോട്ട് പോകുന്നു. അതല്ലേ സഹോദരി? നിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കുടുംബം നന്നാവണം, വീട് അനുഗ്രഹിക്കപ്പെടണം, മക്കൾക്ക് വേണ്ടി പലതും മാറ്റിവെക്കുവാൻ കഴിയണം, നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് അതേക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ, അങ്ങനെയല്ലേ? പക്ഷെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുക, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? ഈ പപ്പ വിചാരിച്ചാൽ പറ്റുമോ? ഈ അമ്മ വിചാരിച്ചാൽ പറ്റുമോ? എൻ്റെ ഭർത്താവ് വിചാരിച്ചാൽ ചുമ്മാ അലപ്പ് മാത്രമേ ഉള്ളൂ, ഈ എവളെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല. അങ്ങനെയല്ലേ? ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് ലോകത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. ഏതുവരെ? കയ്യിൽ ആ അധികാരത്തിന്റെ കൽപ്പത്രം കിട്ടുന്നത് വരെ. അത് കഴിഞ്ഞ് മോശയുടെ പിന്നാലെ തന്നെ നടക്കും. യേശുവിൻ നാമത്തിൽ. നിന്നെ ദൈവം സന്ദർശിക്കുമ്പോൾ, നീ കയറിപ്പോകുവാൻ തയ്യാറാകുമ്പോൾ, നിന്റെ പരിമിതിയിൽ ദൈവം നീ തളർന്നു പോകാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ കയ്യിൽ തരേണ്ടത് തരുമ്പോൾ, മിണ്ടാതെ നിനക്കൊപ്പമുള്ളവർ നീ നടത്തുന്ന വഴിയേ മുൻപോട്ട് നടക്കും. സഹോദരി, അതുവരെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നീ പ്രാർത്ഥിക്ക്, ദൈവം ചിലത് നിന്റെ കയ്യിൽ തരും. നിനക്കൊപ്പമുള്ളതിനെ നടത്തുവാൻ വേണ്ട, നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ട. അന്ന് കാളക്കുട്ടിയെയും വിട്ട് അവർ വരും. സ്തോത്രം. അന്ന് ലോകപ്രകാരമുള്ള ഇഷ്ടങ്ങളെയും വിട്ട്, ലോകപ്രകാരമുള്ള തീരുമാനങ്ങളെയും വിട്ട്, കൂട്ടുകെട്ടുകളെയും വിട്ട്, മദ്യത്തെയും മയക്കുമരുന്നിനെയും ആകാത്ത വഴികളെയും വിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊപ്പം വരും. കയറിപ്പോകുവാൻ നിങ്ങൾ റെഡിയാണോ? ദൈവം ഇറങ്ങി വരുവാൻ തയ്യാറായി നിൽപ്പുണ്ട്. ആ ഗൈഡിനെ നോക്കരുതേ, പിശാചിനെ നോക്കരുതേ. നിങ്ങളുടെ പരിമിതിയും നിങ്ങളുടെ കുറവുകളും ഒക്കെ ഉള്ളതാ. അത് നിങ്ങളെക്കാൾ നല്ലതുപോലെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. നിങ്ങൾ മുൻപോട്ടാണെങ്കിൽ ആ യാത്രയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരും. ആകാശം ചായ്ച്ചിറങ്ങി വരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് ആ ഗൈഡിനാൽ പിടിക്കപ്പെട്ട് തളർന്നു പോകുവാൻ ഇടവരാത്ത വണ്ണം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തി ദൈവം നിങ്ങളുടെ അടുക്കൽ വരും വിധത്തിൽ നിങ്ങളെ ഉറച്ചു നിൽക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്നാൽ കണ്ടോ, ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി. അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ പകലിലും ഞങ്ങൾക്ക് അങ്ങ് അവസരം നൽകി. തുടർന്നും ഈ ജനത്തോട് അങ്ങ് കൂടിയിരിക്കണമേ കർത്താവ്. ഇപ്പോൾ അടിയനെ കേൾക്കുന്ന രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ വിശ്വസ്ത കർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ രോഗക്കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ. ഈ സമയം ആശുപത്രിയിൽ എന്നെ കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ, ആശുപത്രി കിടക്ക യേശു മാറ്റി വിരിക്കുക. നീ കിടക്കുവാനുള്ളത് നിന്റെ ഭവനത്തിലാണ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ രോഗം, ആ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും നിർജീവമാക്കുന്ന രോഗം യേശുവിൻ നാമത്തിൽ ഒരു മരവിപ്പ് പോലെ തുടങ്ങി. കേൾക്കുന്നവർ പ്രാർത്ഥിച്ചോ, ഇപ്പോൾ സൗഖ്യമാകുക യേശുവിൻ നാമത്തിൽ. ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം, ഡോക്ടർമാർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം, ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞ നിനക്കൊപ്പമുള്ളവർ പ്രിയപ്പെട്ടവർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ചിലതവിടെ സംഭവിക്കുക യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ ആ മിറക്കിൾ സംഭവിക്കുക, സൗഖ്യമാകാം. താങ്ക് യു ലോർഡ്. ജന്മന രോഗമുള്ള ആ കുഞ്ഞ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇപ്പോൾ സൗഖ്യമാകുക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവിടെ ഭാവി
അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരെ നിങ്ങൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യങ്ങൾ, അതിനുമേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകളെ കുടുംബത്തിൽ നകത്തി കൂട്ടുകെട്ടുകളിലും ചില ബന്ധനങ്ങളിലും ഒതുക്കി കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ഈ പകലിൽ തകർക്കപ്പെടുക. ചില കെട്ടുകൾ പൊട്ടുക, നുകങ്ങൾ തകർക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. മക്കൾ ഭവനത്തിലേക്ക്, അമ്മയപ്പന്മാരിലേക്ക് മടങ്ങി വരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ദാരിദ്ര്യങ്ങൾ മാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായുള്ള സകല വെല്ലുവിളികളും മാറട്ടെ. അവരെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. എൻ്റെ മക്കൾ പഠിക്കും, എനിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെ എനിക്ക് പല സ്ഥാനങ്ങളിലും എത്തിക്കുവാൻ കഴിയും. സഹോദരി, നീ കരയുക. യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുക. നീ ആഗ്രഹിച്ചതിന് അപ്പുറം നിന്റെ തലമുറകളിൽ നിന്നായിരിക്കുന്ന അവർ മുൻപോട്ട് പോകുന്ന വഴിയിലൂടെ നേടുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ഓ, യേശുവിൻ നാമത്തിൽ. അത് വലിയൊരു ദൈവപ്രവൃത്തിയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി. നീ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിക്കുവാൻ പറ്റിയില്ല, സങ്കടപ്പെടേണ്ട. അതിലപ്പുറമായി നിന്റെ തലമുറകളെ ഇന്നവരായിരിക്കുന്ന ആ മേഖലയിലൂടെ തന്നെ എത്തിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആ ഭവനത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. ആ പേസ്മെൻ്റ് ഇട്ട് കാത്തിരിക്കുക. ഇനി എങ്ങനെ വഴി തുറക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. ആ വസ്തുക്കച്ചവടങ്ങൾ നടക്കുക, വാങ്ങലുകൾ നടക്കുക. ഓ, താങ്ക് യു ലോർഡ്. വെള്ളപ്പൊക്ക മുഖാന്തരം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുക. അമേൻ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും സംശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ. കലഹവും കലക്കവും മാറിപ്പോകട്ടെ. മദ്യ മുഖാന്തരമുള്ള കെടുതലുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. സന്തോഷവും സമാധാനവും ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്ന ചിലർ ഉറങ്ങുവാൻ കഴിയുന്നില്ല, തലയ്ക്കകത്തൊരു പെരുപ്പ് പോലെ. ആ ബന്ധനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ആ മല കയറി തുടങ്ങട്ടെ. അതങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഓ അമ്മേ. വലുതും ചെറുതായ സകല വിഷയങ്ങളെയും പകലും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.